നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന് സഹോദരൻ മീഡിയ വണ്ണിനോട്. മൃതദേഹവുമായുള്ള പ്രതിഷേധത്തിന് ബന്ധുക്കളുടെ സമ്മതമില്ലായിരുന്നു. പ്രതിഷേധത്തെ രാഷ്ട്രീയവൽക്കരിച്ചതിനോട് യോജിപ്പില്ല. പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്ന സർക്കാർ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെന്നും സുരേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇല്ല, നമ്മൾ പ്രതിഷേധത്തിനോട് യോജിപ്പുണ്ടായിരുന്നു. മൊത്തത്തിൽ നാട്ടുകാർ ജനങ്ങളെന്നുള്ള ഇതിലേക്ക് രാഷ്ട്രീയവൽക്കരിച്ചതിനോട് നമുക്ക് തീർത്തും യോജിപ്പില്ല. രാഷ്ട്രീയവൽക്കരിക്കുന്ന പറഞ്ഞെങ്കിൽ നമ്മളതിന് എൻ്റെ അളിയനും പെങ്ങളുടെ മോനും അതിന് അനുമതി കൊടുത്തത്. അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഞങ്ങൾ അനുമതി കൊടുക്കില്ലായിരുന്നു. നാട്ടുകാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾക്ക് ഇത് പറ്റി നാളെ ഒരു സംഭവം ഇതുപോലെ ഉണ്ടാകാതിരിക്കാനായിട്ട് സർക്കാരിൽ നിന്ന് ഉറപ്പ് കിട്ടാനായിട്ട് നമ്മളൊരു പ്രതിഷേധത്തിന് നമ്മൾ സമ്മതിച്ചു. ഇപ്പോഴും നമ്മളതിന് സമ്മതമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ട് ഇത് മാറ്റിക്കൊണ്ടതിനോട് നമുക്ക് യോജിപ്പില്ല. രണ്ടായിട്ട് തിരിഞ്ഞ് അപ്പോൾ മൊത്തത്തിൽ ഇത് പറഞ്ഞു. അത് തന്നെയല്ല, അവർ മോർച്ചറിയിൽ നിന്ന് ബലമായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ഈ സംഭവം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ കൊന്നത്തടിയിലാണ് താമസിക്കുന്നത്. ഞാൻ കൊന്നത്തടിയിൽ നിന്ന് വരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ബോഡി അങ്ങോട്ട് കൊണ്ടുപോകുന്ന സത്യത്തിൽ എനിക്ക് അറിയാതെ തന്നെ ഞാൻ ഈ ബോഡി പിടിച്ചുകൊണ്ട് പോകുന്നത്. പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ റോട്ടിൽ പ്രതിഷേധം. എന്തായാലും പ്രതിഷേധത്തിന് നമ്മൾ യോജിപ്പ്, അതിനൊരു എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ ബലമായിട്ട് കൊണ്ടതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം എന്തെങ്കിലും കൊണ്ടുപോകുന്ന വഴിക്ക് മറിഞ്ഞ് ചാടുമോ അല്ലെങ്കിൽ തട്ടമുട്ടോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുകൂലം പോലും കിട്ടാതെ വരും. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വേറെ ഇതിലല്ലേ വരുള്ളൂ. അപ്പം അതിന് നമുക്ക് യോജിപ്പില്ല. ബലമായിട്ട് കൊണ്ടുപോയതിനോടോ ഈ രാഷ്ട്രീയമായിട്ട് തിരിയുന്നതിനോടോ നമുക്ക് യോജിപ്പില്ല. നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇപ്പം ഇന്നലെ അതിന് ശേഷം ഒത്തിരി സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ച കലക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു ബോഡി കൊണ്ടുവന്നതിന് ശേഷം നമ്മളതിനൊരു ഒത്തുതീർപ്പിനോ ചർച്ചയ്ക്കോ ഉള്ളൂ എന്ന് നമ്മൾ കളക്ടറെ എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കണം പോലീസുകാർ വന്ന് കൊണ്ടുപോയത്. അതിന് പോലീസുകാരോടും നമുക്ക് എതിർപ്പില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യണം. അത് തന്നെയല്ല നമ്മളിങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ അവിടെ നിന്ന് ബലമായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ അറിയാതെ ഈ സംഭവം അറിയാതെ തന്നെ ഞാൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനും ഒത്തിരി ബലം പിടിച്ച ആളാണ്. എന്നെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് കൂടി പിടിച്ച് വലിച്ചതിന് ശേഷമാണ് ഞാൻ മാറിയത്. എനിക്ക് ശരിക്കും മേലുവേദനയുണ്ട്. അതിനകത്തൊന്നും എനിക്ക് പ്രതിഷേധമില്ല കേട്ടോ, അത് ഞാൻ പറയാം. ഇപ്പം ഇങ്ങനൊരു സംഭവം നടന്നതിന് അപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ, പി രാജീവ്, 2 ജില്ലയിലെ MLA അവരെല്ലാം വന്ന് നമുക്ക് വേണ്ടുന്ന ഉറപ്പ് തന്നു. അവരാ കഴിയുന്ന സർക്കാരിന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരാമെന്ന് സമ്മതിച്ചാവും പോയിരിക്കുന്നത്. അതുപോലെ ആന വരാതിരിക്കാനും മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ. നമുക്ക് മാത്രമല്ല, ഇവിടെ താമസിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളും ഈ സ്ഥലം ഇട്ടേച്ച് വാടകയ്ക്കൊക്കെ പോയി അക്കരെ താമസിക്കുക ഈ പേടി കാരണം. ഇപ്പോൾ എൻ്റെ അളിയനും പെങ്ങളും ഇട്ടേച്ച് പോകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് അവർ ഈയിടെ ഈ ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീട് പണിത് താമസിക്കുന്നത്. അപ്പോൾ അത് ഇട്ടേച്ച് കിടന്ന് കൊതി തീരാത്തതുകൊണ്ട് ഇട്ടേച്ച് പോകാത്ത ഒരു മടിയുണ്ടാവും. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സിജോ വർഗീസ് നൽകും. സിജോ ഇപ്പോൾ ഉള്ളത് ഇന്ദിരയുടെ വീട്ടിലാണ്. അവിടെ നിന്ന് സിജോ എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്? അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭർത്താവിന്റെയും ഒപ്പം തന്നെ ഈ സഹോദരന്റെയും 2 പ്രതികരണങ്ങളും നമ്മൾ കേട്ടു. ഈ കുടുംബത്തിനിടയിൽ തന്നെ ഈ മൃതദേഹം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനീഷ, ഞാനിപ്പോൾ ഉള്ളത് ഇന്ദിരാമ്മയുടെ വീടിന് മുന്നിൽ തന്നെയാണ്. അതായത് ഇവിടെ ഇന്ദിരാമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി ഇന്ദിരാമ്മയുടെ വീട്ടിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. അതിനുശേഷം വീടിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സംസ്കാര ചടങ്ങുകളും നടത്താനുള്ള ആ ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ അത് ഉയർന്നിട്ടുണ്ട്. 2 ഭിന്നാഭിപ്രായങ്ങൾ എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിനെ ഒരു വൈകാരിക തലത്തിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് കൂടുതൽ ബന്ധുക്കൾ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ പ്രതിഷേധങ്ങളോട് യോജിപ്പുണ്ട്. കാരണം ആ പ്രതിഷേധങ്ങൾ നടത്തുന്നതിനോട് എതിർപ്പില്ല. ഒരു ജനകീയ വിഷയം എന്ന നിലയിൽ അത്തരം പ്രതിഷേധങ്ങൾ നടത്തണം എന്നുള്ള ഒരു അഭിപ്രായം പൊതുവായി 2 പേരും പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് മാത്രമാണ് ഈ ഇന്ദിരാമ്മയുടെ സഹോദരൻ എതിർപ്പുള്ളത്. ഒപ്പം തന്നെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രതിഷേധം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാമ്മയുടെ സഹോദരൻ സുരേഷ് നടത്തിയ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇന്ദിരാമ്മയുടെ ഭർത്താവ് നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഈ പ്രതിഷേധം നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുമായി കൂടിയാലോചിച്ചിട്ടാണ്. തൻ്റെയും മകൻ്റെയും അനുവാദം ചോദിച്ചിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്താൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അതിന് തങ്ങളുടെ സമ്മതം നൽകിയിട്ടുണ്ടെന്ന് ഇന്ദിരാമ്മയുടെ ഭർത്താവ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയതുകൊണ്ട് മാത്രമാണ് സർക്കാരിൻ്റെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത്. അത്തരം ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നഷ്ടപരിഹാരം അടക്കം വേഗത്തിൽ ലഭ്യമാക്കിയതിന്
ചെയ്തിട്ടുള്ളതും. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായും കാട്ടാനശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് ദ്രുതകർമ്മസേനയുടെ പ്രവർത്തനം ഇന്ന് തന്നെ തുടങ്ങുമെന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതും അത്തരത്തിൽ ഒരു പ്രതിഷേധം വന്നതുകൊണ്ട് മാത്രമാണ്. മറ്റൊന്ന് ഈ RRT സംഘം വിപുലീകരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അഭിപ്രായങ്ങളെ ഒരു ക്രോഡീകരിച്ച് പറഞ്ഞാൽ പൊതുവായ ഒരു ജനകീയ വിഷയം എന്ന നിലയിൽ അത് ഏറ്റെടുത്ത് നടത്തുകയും പ്രതിഷേധമുണ്ടാകുകയും തുടർ പ്രതിഷേധങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ ഉണ്ടാകുകയും ചെയ്യും എന്ന് കുടുംബം പറയുന്നുണ്ട്. മറ്റൊന്ന് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള ഒരഭിപ്രായം മാത്രമാണ് ഈ സഹോദരൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിനപ്പുറത്തേക്ക് കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശമാണ് എന്ന് ഈ കാഞ്ഞിരവേലി, അക്കാര്യത്തിൽ തർക്കമില്ല. കാഞ്ഞിരവേലിയിൽ ആദ്യമായാണ് ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും അതിൻ്റെ ഒരു ദുഃഖവും നിരാശയും എല്ലാം തന്നെ ഈ പ്രദേശവാസികൾ കൊണ്ട് വളരെയധികം ദുഃഖത്തിലാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഉള്ളത്. കാഞ്ഞിരവേലിയിലേക്ക് ഇപ്പോൾ ഇന്ദിരാമ്മയുടെ വീട്ടിലേക്ക് ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. അവർ ഇന്ദിരാമ്മയുടെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇന്നലെ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മൃതദേഹം വഹിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ നേര്യമംഗലത്ത് വെച്ച നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. വലിയ എതിർപ്പുകൾക്കിടയിലാണ് പോലീസിൻ്റെ ഇടപെടലിലൂടെ ഈ മൃതദേഹം വെച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കാനായത്. പക്ഷേ ആ ആംബുലൻസ് കടന്നു വന്നതിന് പിന്നാലെ തന്നെ മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ, ജനപ്രതിനിധികളുടെയും വാഹനം നാട്ടുകാർ തടയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. മന്ത്രിമാരായ P. രാജീവ്, റോഷി അഗസ്റ്റിൻ, MLA മാരായ ആന്റണി ജോൺ, ഒപ്പം തന്നെ A. രാജ അടക്കമുള്ള ആളുകൾ ഇന്നലെ വൈകിട്ട് രാത്രി വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ഈ വീട്ടിലെത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ CPM നേതാക്കളടക്കം വീട്ടിൽ വന്ന് പോവുകയുണ്ടായിരുന്നു. പിന്നീടാണ് ഈ സംഭവവികാസങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ, പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇനി കുടുംബം മുന്നിട്ട് ഇറങ്ങില്ല. പകരം പൊതുവായൊരു ആവശ്യമെന്ന നിലയിൽ ജനകീയ പ്രതിഷേധങ്ങൾക്കൊപ്പം പിന്തുണ കൂടി കുടുംബത്തിന് ഉണ്ടാകും എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനീഷ, വ്യക്തമാണ്. സിജോ ആണ് വിവരങ്ങൾ നൽകിയത്. അതായത് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഏതായാലും കുടുംബം ഇനിയൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ല. അതേസമയം തന്നെ ജനകീയ പ്രശ്നം എന്ന നിലയിൽ പ്രതിഷേധിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് സിജോ വർഗീസ് നൽകുന്ന വിവരങ്ങൾ.